ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സോപ്പ് പൊടിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. ഇത് നമ്മൾ 300 രൂപക്കാണ് സോപ്പ് പൊടി വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു കിറ്റ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു 5 കിലോ ഏകദേശം 5 കിലോളം വരുന്ന ഒരു സോപ്പ് പൊടിൻ്റെ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ഇതുപോലെ കിറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്കതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ വിശദ വിവരങ്ങളും ഈ ഒരു പാക്കിലുള്ള ഈ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ പാക്കിലും നമ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ പ്രകാരം ഓരോന്നും ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു ജോലി മാത്രമാണ് നമുക്ക് ഈ ഒരു സോപ്പ് പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളത്. സാധാരണ നമ്മൾ വില കുറഞ്ഞ സോപ്പ് പൊടിൻ്റെ പാക്കറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ പതയും മണവും ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ചിലത് നല്ല മണം ഉണ്ടാവാറുണ്ട്, പക്ഷെ പത നമുക്ക് കുറവായിരിക്കും. പക്ഷെ ഈ ഒരു സോപ്പ് പൊടിൻ്റെ കിറ്റ് വാങ്ങി ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അത്യാവശ്യം നല്ല പതയും ഉണ്ട്, അതുപോലെ തന്നെ മണവും, കൂടാതെ നല്ല പോലെ ചളിയും പോയി കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സോപ്പ് പൊടി വാങ്ങുമ്പോൾ എന്തായാലും ചളിയൊക്കെ നല്ല പോലെ പോവും, മണവും പതയും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് നമ്മൾ സോപ്പ് പൊടിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടി ഉണ്ടായിരുന്നുണ്ടോ. പക്ഷേ ഒരു പേടിയും വേണ്ട, നല്ല സോപ്പ് പൊടിയാണ്. ആ സ്ലിപ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സോപ്പ് പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ പാക്കറ്റുകളുണ്ട്. അത് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം മിക്സ് ചെയ്തത് കുറച്ച് സമയം മാറ്റി വെക്കണം. അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് അടുത്തത് നമ്മൾ ചേർത്തിട്ട് ഇളക്കി മിക്സ് ആക്കേണ്ടത്. പിന്നെ ഇതെപ്പോഴും നമ്മൾ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും ഇടാനായിട്ട് പാടില്ല. എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ ഒക്കെ ചുറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ച് മിക്സ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം സോപ്പ് പൊടിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ടാണ് നമുക്കിതേക്ക് ഈ ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ സോപ്പ് പൊടിയിൽ തരി തരിയായിട്ട് ഒരു നീല സാധനം കാണാനുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും സോപ്പ് പൊടിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് ലാഭിക്കാനായിട്ട് പറ്റും. സോപ്പ് പൊടി ഉണ്ടാക്കുമ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒരതി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണം. അവസാനമായിട്ടാണ് ഈ ഒരു കളറിൻ്റെ ഈ ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോപ്പ് പൊടി ചൂടാറി നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.